ഹായ് ഹലോ, എല്ലാവർക്കും സുഖമായിട്ടിരിക്കുന്നോ? ഈ കമൻറ്റിന് മറുപടി കൊടുക്കുക എന്നൊക്കെ പറയുന്നത് അതൊരു കലയാണ്. അതൊരു കലാകാരനെ പറ്റുള്ളൂ. പക്ഷേ കമൻ്റ് ഇടുക എന്ന് പറയുന്നത് അതൊരു സത്യവാനേ പറ്റുള്ളൂ. സത്യം മാത്രം പറയുന്ന, സൗന്ദര്യം മാത്രമുള്ള ഒരാൾക്ക് മാത്രമേ ആ കമൻറ്റുകൾ ഇടാൻ പറ്റുള്ളൂ. അപ്പോൾ ബൈ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. എന്താ വെച്ചാൽ എനിക്ക് ഒരുപാട് കമൻറ്റുകൾ വരാറുണ്ട്. നാം ചിലതിനൊക്കെ പ്രതികരിക്കാറുമുണ്ട്. ചിലതൊക്കെ ഞാൻ കണ്ടില്ല, കേട്ടില്ല, അറിഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നാമായിട്ടങ്ങ് പിൻവലിഞ്ഞു പോവാറുമുണ്ട്. അങ്ങനെ ഇരിക്കെ എനിക്ക് ഇന്നലെ ഒരു കമൻറ്റ് വന്നു. കർത്താവേ, ആദ്യം ഞാൻ ഞെട്ടിയില്ല കേട്ടോ. നിങ്ങളെന്താ വിചാരിച്ച്? കർത്താവേ, ഞാൻ ആദ്യം ഞെട്ടി എന്ന് പറയുന്നല്ലേ? എന്നാ ഞാൻ ആദ്യം ഞെട്ടിയിട്ടില്ല. പിന്നെ നിങ്ങൾ ചോദിക്കും, തുടക്കം തൊട്ടേ ഇവിടം വരെ ഈ കുട്ടിയുടെ ഫോട്ടോ എന്താ വെച്ചതെന്ന്. ആ കഥയിലേക്ക് വരുമ്പോൾ കഥാനായികയുടെ ഫോട്ടോ നിങ്ങൾ ഫസ്റ്റ് തൊട്ടിട്ട് ലാസ്റ്റ് വരെ കാണേണ്ടതാണല്ലോ. അതുകൊണ്ടാണ് കഥാനായികയുടെ ഫോട്ടോ ഈ ഇളയവ എന്നല്ലേ പറയാ, ഇളയവ ഈ സൈഡിലേക്ക് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനി കഥാനായികയെക്കുറിച്ച് ഞാൻ പറയാം. ബെല്ലടിക്കാൻ ആരുമില്ല, അതുകൊണ്ട് ടും ടും എന്നുള്ള സൗണ്ടും ഉണ്ടാവില്ല. ഒരുപാട് കമൻറ്റുകൾ വരുന്നുണ്ട്. ചിലർ പോപ്പുലർ രാവണം എന്ന് കരുതിയിട്ട് വരാറുണ്ട്. എന്താ വെച്ചാൽ അവരിടുന്ന കമൻറ്റ് ഞാനെടുത്ത് എന്താ പറയുക, ചെറുതായിട്ടും വലുതായിട്ടുമായിട്ടുള്ള റോസ്റ്റ് ചെയ്യൽ. ആ റോസ്റ്റ് ചെയ്യുന്നത് ഞാൻ പോസ്റ്റ് ചെയ്യുന്നത്. ആ പോസ്റ്റ് ചെയ്യുന്നത് കണ്ട് കുളിര് വരുന്ന ചില ചേട്ടാമാരും ചേച്ചിമാരും ഉണ്ട്. അങ്ങനത്തെ ഒരിതൊന്നും ഞാൻ എടുക്കാറില്ല. അവർ പൂരത്തെറി പറഞ്ഞു നോക്കുന്നുണ്ട്, നല്ലത് പറഞ്ഞു നോക്കുന്നുണ്ട്. ഞാൻ കമൻറ്റിന് മറുപടി കൊടുക്കുക എനിക്കും ജെന്യൂനാണ് എന്ന് തോന്നുന്ന ആൾക്കാർക്ക് മാത്രമാണ്. പിന്നെ ചില സാഹിത്യകാർക്കും ഒന്നും മനസ്സിലാകുന്നില്ല അല്ലേ? ഇനിതേ ഇട്ടിരിക്കുന്ന ആള് ഹരിത വിജയ്. നമ്മുടെ തലൈവ അല്ലേ വിജയ്? ഇളയ ദളപതിയുടെ വകയിലെ കസിനാണ് എന്നൊക്കെ ഇവള് വന്ന് പറഞ്ഞേക്കാം. പക്ഷെ അല്ല കേട്ടോ, ഇത് വെറും വിജയ്. വിജയ് കേൾക്കണ്ട, ഓട്ടിച്ചിട്ട് തല്ലും. തല്ലാനാ കിട്ടാനാ യോഗമെങ്കിൽ അനക്ക് കിട്ടുക തന്നെ ചെയ്യും പൊന്നെ. അപ്പോൾ ഈ അമ്മശ്കി എന്ന് വിളിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ നാമിന് അമ്മശ്കിയുടെ അത്ര വയസ്സില്ല എന്ന് നാം തന്നെ ചിന്തിച്ച് ഇരിക്കുക, അതുകൊണ്ടാണ്. അപ്പോൾ ഹരിത വിജയ് ഇട്ടിരിക്കുന്ന കമൻറ്റും കൂടി ഇതേ സ്ക്രീനിൽ തെളിയാൻ പോകുന്നു. എന്നിട്ടാണ് നമ്മൾ ആ സത്യസന്ധതയുടെ മുഖംമൂടി ഇങ്ങനെ തുറക്കുന്നത്. ആ തുറക്കുന്നൊരു നിമിഷം, എൻ്റെ കർത്താവേ, എനിക്ക് ഈ ബാക്ക്ഗ്രൗണ്ടിൽ മ്യൂസിക് ഇടാൻ അറിയില്ല. ആ കമൻറ്റ് വായിച്ചിട്ട് ഇവളുടെ ബയോയിൽ ഇവൾ കുറച്ച് കൊടുത്തിട്ടുണ്ട്, ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ട്. ആ ഡീറ്റെയിൽ കൊടുക്കുമ്പോൾ ഒരു മ്യൂസിക് വേണ്ടീനും. മൂഞ്ചി 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 അപ്പോൾ ആ ഒരു ആടൊക്കെ ഞാൻ പറഞ്ഞുതരാം, ഇതിലൂടെ പറഞ്ഞുതരാം. ആടെ അരുണ് ഹരിതക്ക് ട്രൗസർ അടിക്കുകയാണ്. അരുണേ, അളവൊക്കെ നോക്കിയിട്ട് അടിക്കണേ, ലൂസായിപ്പോയി ഊരിപ്പോയാലേ ശരിയാവില്ല. അപ്പേ അങ്ങനെയാണ് സംഭവം. അപ്പോൾ മൂഞ്ചി 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 എന്നുള്ള ആ ഒരു ട്യൂണ് ഇതിൽ കേട്ടണമെന്നുണ്ട്. പക്ഷെ എനിക്ക് അറിയത്തില്ല. ഹരിത അറിയാത്ത കാര്യം നമ്മൾ പറയാൻ പാടില്ല. ഏതായാലും വേണ്ടില്ല. ഈ ഹരിത ഇത്രയും വലിയ സത്യവാൻ സാവിത്രിയാണെന്നൊക്കെ പറയുമ്പോൾ ഹരിത പറഞ്ഞ സത്യത്തെയോടും നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹം ഉണ്ടാവില്ലേ? പറയാം. ഹരിത ചേച്ചി എനിക്കൊരു കമൻ്റ് ഇട്ടു.
മൈരത്തി വീണ്ടും ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊക്കെ ചിന്തിക്കും, എനിക്ക് ഇങ്ങനെയൊക്കെ ഒരു കമൻറ്റ് വന്നിട്ട് ഞാൻ എന്തിനാ ഇങ്ങനെ കൂളായിട്ട് നിങ്ങളടുത്ത് ഇങ്ങനെ സന്തോഷത്തോടെ സംസാരിക്കുന്നത് എന്നായിരിക്കില്ലേ നിങ്ങൾ ചിന്തിക്കുന്നത്. ചേച്ചി അങ്ങനെ പറഞ്ഞു, ഞാൻ മൈരത്തി ആയിരിക്കോട്ടെ, എനിക്കറിയില്ല. അവളങ്ങനെ പറഞ്ഞാൽ നമ്മൾ അങ്ങനെ ആവണം എന്നൊന്നുമില്ലല്ലോ. മറ്റൊരാൾ നമ്മളെക്കുറിച്ച് പറയുമ്പം അവരുദ്ദേശിച്ചത് പോണം തന്നെ നമ്മളാവണം എന്നില്ലല്ലോ. എന്നാൽ നമ്മളൊരു കാര്യം ഉദ്ദേശിച്ചാൽ അതാര് പറഞ്ഞാലും നമ്മൾ തന്നെ ആയില്ലേ. മനസ്സിലായില്ലല്ലോ? ബാക്കിയോട് കേൾക്കുമ്പോൾ മനസ്സിലാവും. അതായത് ഹരിതയുടെ കമൻറ്റ് നിങ്ങൾ കണ്ടു. ഇനി ഹരിതക്കൊരു പ്രൊഫൈലുണ്ട്. പ്രൊഫൈൽ ബയോയിൽ കൊടുത്തിരിക്കുന്നത് എന്നതാണെന്ന് കേൾക്കണ്ടേ? അവിടെയാണ് ഏത് സിനിമയിലായിരുന്നു മാമ ടിസ്റ്റ് എല്ലാത്തിനും ടിസ്റ്റ് എന്ന് പറഞ്ഞതുപോലെ ഹരിത ഞാൻ മൈരച്ചിയാണ് എന്ന് പറയുമ്പം ഞാനതാവണമെന്നില്ല. അവളാ പറയുന്നത് മാത്രം. പക്ഷേ അവൾ തന്നെ അവളെക്കുറിച്ച് പറയുന്നത് നമുക്കൊന്ന് കേട്ടു നോക്കാം. അതായത് എൻ്റെ വാക്കുകളാണ് ഞാൻ എന്ന് വെച്ചാൽ ഞാനല്ല, ഹരിത പറഞ്ഞതാ. ഹരിതയുടെ വാക്കുകളാണ് ഹരിത എന്ന് വെച്ചാൽ ഞാൻ, ഹരിതയുടെ വാക്കുകളാണ്. നിങ്ങൾ സ്ക്രീനിൽ കാണുന്നില്ലേ? നിങ്ങൾ മനസ്സിലായില്ലേ? എൻ്റെ പെരുമാറ്റമാണ് എൻ്റെ മതം. എൻ്റെ കർത്താവേ, അതേതാ മതം എന്നാ ഞാൻ ചിന്തിക്കുന്നത്. അതേത് മത മാമ? ഈ മലരൊക്കെ വിളിക്കുന്ന മതം ഏതാ? എനിക്കറിയില്ല. അതേത് മത ഹരിത? ഏതായാലും ഈ നമ്മുടെ നാട്ടിൽ കുറച്ച് മതങ്ങളൊക്കെ ഉണ്ടല്ലോ, ആ മതം പോലെ ഒന്നും ആയിരിക്കില്ല. ഇത് കുറച്ച് മുന്തിയ മതമായിരിക്കും. എനിക്കറിയില്ല കേട്ടോ. ഹരിത പറയുന്നു, ഞാൻ നിങ്ങളോട് പറയുന്നു. ഒരു മതത്തെയും അപമാനിക്കുകയോ ഒരു മതത്തെയും കുറ്റപ്പെടുത്തുകയോ ചെയ്യുന്നതല്ല. ഹരിത പറഞ്ഞു, ഹരിതയുടെ പെരുമാറ്റമാണ് ഹരിതയുടെ മതം എന്ന് പറഞ്ഞു. ഹരിത തന്നെയാണ് കുറച്ച് മുമ്പ് ഈ ഒന്നുകൂടെ മൈരത്തി വീണ്ടും ഇറങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഈ മൈരത്തി എന്നൊക്കെ വിളിക്കുന്ന മതം ഏതെങ്കിലും ഉണ്ടോ? അറിയില്ല കേട്ടോ. എനിക്ക് സത്യമായിട്ട് അറിയില്ല. ഹരിത ഏതാണോ മതം അതായിരിക്കും ആ കുട്ടി ഉദ്ദേശിച്ചത്. പിന്നെ എൻ്റെ മനസ്സാണ് എൻ്റെ സൗന്ദര്യം. എൻ്റെ ഹരിത ചാച്ചിയേ, ഇങ്ങക്ക് ഇത്രത്തോളം മൊഞ്ചുണ്ട് എന്നുള്ളത് ഇത്രയും കാലത്തിൻ്റെ അടുക്ക് എനിക്ക് മനസ്സിലായില്ലല്ലോ. നിങ്ങൾ ഈ കമൻ്റ് ഇട്ടിട്ടില്ലായിങ്ങേ നിങ്ങളെ തിരിച്ചറിയാൻ ഞാൻ വൈകൂലായിങ്ങോ. എന്നാലും എൻ്റെ ഹരിത ചേച്ചിയേ, സ്വഭാവം, മതം, സൗന്ദര്യം, മൈരച്ചി, കണക്ഷനുണ്ട്, എല്ലാത്തിനും കണക്ഷനുണ്ട്. പിന്നെ ഹരിത ചേച്ചിയോ, ഡാഡിനോടും മമ്മിനോടും ഞാൻ അന്വേഷിച്ചതായിട്ട് പറയണേ. അല്ല, ഇത്രയും നല്ല മോളെ അങ്ങ് പടച്ചു വിട്ട ആ ഡാഡും മമ്മും, പുണ്യാളന്മാരേ, ലോട്ടറി അടിച്ചില്ലേ, ഇത്രയും നല്ലൊരു മോളെ കിട്ടിയില്ലേ. എന്നാലും എൻ്റെ ഹരിത ചേച്ചി. അപ്പം എല്ലാവരോടും ബൈ പറഞ്ഞിട്ട് ബൈ ഫ്രം ജസ്ന സലീം. അടുത്ത കമൻറ്റിൻ്റെ മറുപടിയുമായിട്ട് ഞാൻ വരുന്നുണ്ട്. പറയാൻ വിട്ടുപോയി, ഹരിതയുടെ കണാരനാണെന്നും പറഞ്ഞിട്ട് ഒരു ദിവാകരൻ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ദിവാകരാ, നിൻ്റെ വായിന്ന് വരുന്ന തെറിയും ഹരിതയുടെ വായിന്ന് വരുന്ന തെറിയും കേട്ടിട്ട് തോന്നുന്നത് കൊടുങ്ങല്ലൂർ എവിടെയോ ആണ് നിങ്ങളുടെ വീട് എന്നാണ്. ഇനി ഹരിതൻ്റെ നായരാണെന്നും പറഞ്ഞ് വിളിച്ച ആളുടെ നമ്പർ 97 47 80 91 12. ഇനി ഹരിതേ നിൻ്റെ നായരെങ്ങാനാണോ? ആയാലും കുഴപ്പമില്ല. ഏതായാലും ഒരു കുട്ടിയെങ്കിലും നമ്മുടെ നാട്ടിൽ സത്യം പറയുന്ന കുട്ടി ഉണ്ടല്ലോ. ഭാഗ്യവതി.
അപ്പോൾ എല്ലാവർക്കും കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ. ഇനി ഇതിൻ്റെതായ തെറി മാത്രമേ ഇടാവുള്ളൂ, എന്നാലും എനിക്ക് അടുത്ത വീഡിയോ ഒക്കെ ഒരു കണ്ടന്റ് കിട്ടുള്ളൂ. അപ്പോൾ എല്ലാവരോടും വീണ്ടും 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 ബൈ പറഞ്ഞിട്ട് ബൈ ഫ്രം ജസ്ന സലീം. എൻ്റെ സൗന്ദര്യം എൻ്റെ വാക്കുകൾ അല്ല ട്ടോ. ഓക്കെ.